ഹലോ, എ വെരി വാം വെൽക്കം. നമ്മളിന്ന് കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം BA-BSc കുട്ടികളുടെ കഹാനി സരോവർ എന്ന സ്റ്റോറി കളക്ഷനിലെ അമൃത് കാ പേഡ് എന്ന ഗ്യാൻരഞ്ജൻ എഴുതിയ ഒരു സ്റ്റോറിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മലയാളം വേർഷനാണ്. अमरूद का पेड़ घर के सामने अपने आप ही उगते और फिर बढ़ते हुए एक अमरूद के पेड़ को मैं काफ़ी दिनों से देखता रहा हूँ. केवल देखता ही नहीं, इस देखने में और भी चीज़ें शुमार हैं. വീടിൻ്റെ മുറ്റത്തുള്ള ഒരു ചെറിയ പേരത്തൈ അത് കിളിച്ചിങ്ങനെ വളരുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓദർ ശ്രദ്ധിക്കുകയാണ്, എഴുത്തുകാരൻ. ഞാനതിനെ വെറും വീക്ഷിക്കുകയല്ല, കാര്യമായിട്ട് തന്നെ അതിൻ്റെ വളർച്ച ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. 3-4 साल में बड़े हो जाने, फूलने और फल देने के बाद भी उसकी ऊंचाई गंधराज या हरसिंगार के पेड़ से ज़्यादा नहीं बढ़ी. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, 3-4 വർഷം ആയപ്പോഴത്തേക്കിന് തന്നെ ആ പേരച്ചെടി ഒരു വൃക്ഷമായി മാറി. പക്ഷേ എന്നിരുന്നാലും അത് ഒരുപാട് വലിയൊരു മരമൊന്നും ആയില്ല. शुरू में तो परिवार के सभी लोगों ने उसके प्रति उदासीनता ही रखी, या कहूँ लापरवाही बरती तो गलत नहीं होगा. തുടക്കത്തിൽ ഈ ഒരു പേരച്ചെടി താനെ ഇങ്ങനെ വളർന്നു വന്നു, ആരും അത്ര ശ്രദ്ധിച്ചൊന്നുമില്ല. ഉദാസീനത ബരത്തുന്ന എന്ന് വെച്ചാൽ അത്ര ശ്രദ്ധിക്കാതിരിക്കുക, അവഗണിക്കുക. ലാപ്പർവാഹി അതുപോലെ തന്നെയാണ്, ഒട്ടും കെയർ കൊടുക്കാതിരിക്കുക. राम भरोसे पेड़ जब बड़ा हो गया और हमारे मकान का फ्रंट जब भरा भरा लगने लगा तो सबसे पहले बाबू कन्हैयालाल की बूढ़ी पत्नी ने एक दिन टोका कि पश्चिम की तरफ अगर मकान का मुखड़ा हो और सामने ही अमरूद का पेड़ हो तो राम राम बड़ा अशुभ होता है. അങ്ങനെ ഈ ഒരു പേരച്ചെടി ആദ്യം ആരും ശ്രദ്ധിക്കാതെ അത് താനേ ഇങ്ങനെ വളർന്നു വന്നു. താനേ വളർന്നു വന്നതുകൊണ്ടാണ് രാം ഭരോസെ, ഈശ്വരൻ അതിനെ രക്ഷിച്ചു, അതിങ്ങനെ വളർന്നു വന്നു. അതിങ്ങനെ വളർന്ന് പന്തലിച്ച് ഒത്ത ഒരു ഭംഗിയുള്ള ഒരു വൃക്ഷമായി മാറിയപ്പോൾ, അത്ര പൊക്കമൊന്നും ഇല്ലെങ്കിലും വളരെ മനോഹരമായിട്ടുള്ളൊരു വൃക്ഷമായി മാറിയപ്പോൾ, ബാബു കനയ്യാലാൽ കി ബൂഢി പത്നി, കനയ്യാലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ പ്രായമായ സ്ത്രീ വന്ന് പറയാണ്, कि पश्चिम की तरफ अगर मकान का मुखड़ा हो और सामने ही अमरूद का पेड़ तो राम राम बड़ा अशुभ होता है. നിങ്ങളുടെ വെസ്റ്റ് ഫേസിങ് ഹൗസ് ആണെങ്കിൽ അതിൻ്റെ മുന്നിൽ, ആ വീടിൻ്റെ മുന്നിൽ തന്നെ പേരച്ചെടി ഉണ്ടെങ്കിൽ വലിയ അശുഭമാണ്, അനർത്ഥം തന്നെ സംഭവിക്കും. അമ്മ കെ ചെഹരെ पर थोड़ा सा भय अपने कुनबे के लिए आया, पर मुझे विश्वास था कि इन सब पिछड़े ख्यालों का हमारे घर में गुजर नहीं हो सकेगा. കേട്ട പാടെ അമ്മയ്ക്കാകെ ടെൻഷനായി. അമ്മയുടെ മുഖത്ത് അത് പ്രകടമായിരുന്നു. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ഈ വക പിച്ചടേ ഖയാൽ, ഈ പ്രാചീന ചിന്താഗതി, ഇങ്ങനത്തെ അന്ധവിശ്വാസം, ഇതൊന്നും ഞങ്ങളുടെ വീട്ടിൽ വില പോവില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. മാ അജ്മേർ മേ ജയിൽ കർ ചുക്കി ഹൈ, ലംബാ ജയിൽ, സത്യാഗ്രഹ കെ ദിനോ മേ. പിതാജി ഖുദ് രാജ്നീതിക് സാമാജിക് ഉദാർത്ത വാലെ ആദ്മി ഹെ. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊന്നും ആരും വിശ്വസിക്കില്ല എന്ന്? കാരണം എൻ്റെ അമ്മ ജയിലിൽ പോയിട്ടുള്ള വ്യക്തിയാണ്. സ്ത്രീകൾ അന്നത്തെ കാലത്ത് സത്യാഗ്രഹം ഇരുന്ന് ജയിലിൽ പോകാന്ന് വെച്ചാൽ ഒരു വലിയ സംഭവമാണ്. അപ്പോൾ അമ്മയുടെ ലെവൽ ഓഫ് തിങ്കിങ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. സാധാരണ ആൾക്കാരെ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ അന്ധവിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ടൈപ്പ് ആളല്ല അമ്മ. അതുപോലെ പിതാജി ഖുദ് രാജ്നീതിക് സാമാജിക് ഉദാർത്ത വാലെ ആദ്മി ഹെ. അച്ഛനും അതുപോലെ സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസിലൊക്കെ ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹമാരി ഏക് ബുआ ने विवाह नहीं किया और पढ़ने लिखने में ही उन्होंने अपनी ज़िंदगी डुबो दी और समाज उन्हें कोई चुनौती देने का साहस नहीं कर सका. എൻ്റെ ഒരു ബുവ എന്ന് വെച്ചാൽ അപ്പച്ചി, അച്ഛൻ്റെ സിസ്റ്റർ, അന്നത്തെ കാലത്ത് വിവാഹമേ കഴിക്കാതെ ഇരുന്നു. എന്നിട്ട് പഠിത്തവും വായനയായിട്ട് ജീവിതം മുന്നോട്ട് നീക്കി. അന്നത്തെ കാലത്ത് ഒരു വലിയ ഇഷ്യൂ ആണ് അങ്ങനെ ഒരു പെൺകുട്ടി വിവാഹം കഴിക്കാതിരിക്കുക എന്ന് വെച്ചാൽ. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒരു ബോൾഡ് സ്റ്റെപ്പാണ്. ഇന്നും പെണ്ണുങ്ങൾക്ക് അങ്ങനെ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാവും. സൊസൈറ്റി ഇഷ്യൂ റേസ് ചെയ്യും, ഫാമിലി ഇഷ്യൂ റേസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഫാമിലി അങ്ങനത്തെ ഫാമിലിയാണ്. അമ്മ ജയിലിൽ പോയിട്ടുണ്ട്, അച്ഛൻ വളരെയധികം തുറന്ന ചിന്താഗതിയുള്ളൊരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളിലും, നാട്ടിലെയും വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ഓപ്പൺ മൈൻഡഡായിട്ട് ചിന്തിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ വീട്ടിലെ അപ്പച്ചി ഇങ്ങനെ വിവാഹം കഴിക്കാതെ സൊസൈറ്റിക്ക് അപ്പച്ചിയോട് ചോദ്യം പോലും ചോദിക്കാനുള്ള ധൈര്യമുണ്ടായില്ല. അത്രയ്ക്ക് സ്റ്റേൺ ലേഡീസ് ഉള്ളൊരു വീടാണ്. एक को छोड़कर हम सभी भाइयों में खिलाड़ीपन है.
चचेरे ने अंतर्जातीय विवाह किया। मुझे तरस आ गया है कि कन्हയ്യാലാൽ की बूढ़ी पत्नी कैसी बेहुदा फूहड़ बात कहती है. എൻ്റെ ഒരു കസിൻ ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും വളരെ ഓപ്പൺ തിങ്കിങ് ആയിട്ടുള്ളൊരു ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, അപ്പച്ചി, ഞങ്ങളെല്ലാവരും. അപ്പം ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയിൽ വന്നിട്ട് ഈ കനയ്യാലാലിൻ്റെ ഭാര്യ ഇങ്ങനത്തെ ഒരു പൊട്ടത്തരം പറഞ്ഞത് ഇവിടെ ഏശില്ല എന്ന് എനിക്ക് അറിയാമായിരുന്നു. खैर यह तो ऊपरी बात हुई, लेकिन मैं अक्सर पाता कि अंदरूनी तौर पर भी हम सभी लोगों में कहीं पिछड़ेपन की भर्सना का भाव अंकुरा रहा है. वैसे अम्मा की प्रीतिकर सुंदर गोरी मुखाकृति पर अमरूद के प्रसंग में हमेशा भय की व्याप्ति हो आती थी. അമ്മയുടെ ആ ഒരു ഭംഗിയുള്ള മുഖം പെട്ടെന്ന് ആരെങ്കിലും ഈ പേരച്ചെടിയുടെ പറ്റി ഒന്ന് മെൻഷൻ ചെയ്താൽ ആ മുഖം വാടുമായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഇത്രയും ഫോർവേഡ് തിങ്കിങ് ആണ്, ഇത്രയും മോഡേൺ ആണ് ചിന്താഗതി ഞങ്ങളുടെ. എന്നിരുന്നാലും ഈ ഒരു പേരെ ചൊല്ലി എന്തെങ്കിലും ഫാമിലിക്ക് അശുഭം സംഭവിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് ഈ അമറൂദ് കാ പേട് എന്ന ഒരു കഥ വായിച്ചപ്പോഴാണ് ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ യൂട്യൂബിൽ എത്ര ചാനൽസാണ് ഈ അമറൂദ് കാ പേടിനെ ചൊല്ലി. ഒരു വശത്ത് വൈറ്റമിൻ സിയുടെ കലവറയാണ് പേരയ്ക്ക. വളരെ സ്വാദിഷ്ടമായൊരു ഫ്രൂട്ടാണ്, എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. അതിൻ്റെ ഒരുപാട് ഗുണങ്ങളുമുണ്ട്. പേര ഇലയ്ക്ക് തന്നെ ഒരുപാട് ഗുണമുണ്ട്, ഔഷധ ഗുണം. മറുവശത്ത് ഇതൊരു ധനനഷ്ടം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് കുറേ യൂട്യൂബ് ചാനൽസ് ഇന്നത്തെ കാലത്തുണ്ട്, 21ാം നൂറ്റാണ്ടിലും. 57 की बरसात में अकस्मात एक दिन मिद्दू ने सबको दौड़ दौड़ कर बताया कि अमरूद में 3-4 सफ़ेद फूल आ गए हैं. मिद्दू की उम्र बढ़ रही थी, उसकी आकृति पर वय का ओप चढ़ रहा था. अमरूद बढ़ने में कहीं उसे अपने विकास की सी संतुष्टि अनुभव हुई होगी. वह खुश थी. മിദ്ദു ഓടി വന്ന്, എൻ്റെ പെങ്ങൾ ഓടി വന്ന് ഈ പേരച്ചെടിയിൽ പൂ വന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിച്ചു. അവൾ എക്സ്ട്രീംലി ഹാപ്പി ആയിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് തോന്നിയത് അവിടെ ഒരു ശാരീരിക വളർച്ചയുടെ ഒപ്പം തന്നെ ആ പേരച്ചെടിയും വളരുന്നു എന്നുള്ള ഒരു തോന്നൽ അവൾക്ക് ഉള്ളതുപോലെ തോന്നി. അങ്ങനെ അത്രയ്ക്ക് അവളൊരു അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു, ഒരു ഹാപ്പിനെസ് അവിടെ മുഖത്ത് കണ്ട്. വഹ ഖുഷ് थी. बरामदे की खिड़की पर तेज बारिश में हम लोग छोटे से पप्पू को खड़ा कर यह बताते कि वो देखो पप्पू बेटे, अमरूद का फूल, अमरूद का फूल. मैं सोचता कि कहीं पानी के झोंकों में नरम फूल टूट न जाएं. बहुतेरे फूल टूटे भी, लेकिन उनकी जगह नए फूल आते गए और फिर जल्दी से बीत जाने वाले सुखद दिनों में छोटे छोटे अमरूदों में बदल गए. അങ്ങനെ മഴക്കാലമായപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു പപ്പു മോനെ വരാന്തയിൽ നിർത്തിയിട്ട് ദാ മോനെ, ദാ പേരച്ചെടിയിൽ പൂ വന്നു എന്നും പറഞ്ഞ് അതിനെ കാണിക്കും. ആ സമയത്ത് മഴയുടെ ആ ഒരു ചാറ്റൽ മഴയുടെ ആ ഒരു ശക്തി കൊണ്ട് ആ പൂവ് അങ്ങ് കൊഴിഞ്ഞു പോകുമെന്ന് വരെ എനിക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ എനിക്ക് ആ പേരച്ചെടിയോട് ഒരു വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ആയി തുടങ്ങി. പൂ വന്നപ്പം ഒന്നും കൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് കൂടി. मुझे लगा कि हमारे घर के सामने का यह अमरूद हमारी ज़िंदगी का एक घरेलू हिस्सेदार होता जा रहा है. घोष बाबू के माली ने माँ को बताया कि पहली फसल के फल तोड़कर फेंक देने से दूसरी बारी में फल खूब और अच्छे आते हैं. നെക്സ്റ്റ് ഒരു അന്ധവിശ്വാസം. അതാരാണ്, ഞങ്ങളുടെ പേരച്ചെടിയിൽ നിറയെ പൂക്കൾ കഴിഞ്ഞ് അത് കായ്ക്കളായി. അപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോഴാണ് ഘോഷ് ബാബുവിൻ്റെ ഗാർഡനർ മാലി അയാൾ വന്ന് അമ്മയോട് പറയാണ്, ആദ്യത്തെ വിളവ് എപ്പോഴും നമ്മൾ പിച്ചി അങ്ങ് കളയണം. അങ്ങനെ ആവുമ്പോൾ അടുത്ത വിളവിന് നല്ല പോലെ ഉണ്ടാവും, നിറയെ ഉണ്ടാവും. അമറൂദ് और नींबू के साथ बात खास लागू होती है. എന്നിട്ട് അയാൾ പറഞ്ഞ് നീമ്പു, നാരങ്ങയും പേരയ്ക്കയും, ഇത് രണ്ടിലും ഈ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്യണം. ഇതിൽ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ ആദ്യത്തെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് എല്ലാം പിച്ചി കളയണം. माँ ने विजय से कहकर अमरूद की पहली फसल बड़ी दिलचस्पी से पूरी बाढ़ के पहले ही तुड़वा कर फिंकवा दी थी. यह बात आसानी से महसूस की जा सकती थी कि माँ में विराट मातृत्व के और वह भविष्य के लिए प्रतीक्षा कर सकती है, उसी तरह जैसे हर माँ अपनी संतान के लिए दीर्घ प्रतीक्षा किया करती है. അമ്മ അതങ്ങ് വിശ്വസിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഒരു ഗാർഡനറാണ് പറയുന്നത്. ഘോഷ് ബാബുവിൻ്റെ ഗാർഡനർ പറഞ്ഞ ആ ഒരു അന്ധവിശ്വാസം
അമ്മ അങ്ങ് നിറവേറ്റി. എല്ലാം കുഞ്ഞു കുഞ്ഞു പേരയ്ക്ക എല്ലാം പറിച്ചങ്ങ് കളഞ്ഞു. എന്നിട്ട് ഒരമ്മ ഒരു കുഞ്ഞിൻ്റെ വരവിന് വേണ്ടി എത്രയോ നാൾ കാത്തിരിക്കുന്ന ആകാംക്ഷയോടെ, അതുപോലെ അമ്മ അടുത്ത പേരയുടെ ഒരു വരവിന് വേണ്ടി കാത്തിരിക്കാൻ അമ്മയുടെ മനസ്സ് റെഡിയായിരുന്നു. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ആദ്യമുണ്ടായ ആ ഒരു പേരയ്ക്ക കഴിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു മക്കൾക്ക്. പക്ഷേ അമ്മയ്ക്ക് ഒരു ഇതുമില്ലാതെ അമ്മ അതങ്ങ് പിച്ചി കളഞ്ഞു. എന്നിട്ട് അമ്മ ഇനിയും വെയിറ്റ് ചെയ്യാൻ, അടുത്ത ഒരു വിളവിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ അമ്മ റെഡിയായിരുന്നു. जो भी हो, मुझे प्रसन्नता हुई कि अपशकुनी विश्वासों की जहरीली छाया हमारे कोमल मीठे अमरूद तरू पर नहीं पड़ी. അപ്പോൾ എനിക്ക് ഒരു കാര്യത്തിൽ ആശ്വാസമായിരുന്നു, ഭാഗ്യത്തിന് പേര മരവോടെ വെട്ടിക്കളഞ്ഞില്ല. അതിൻ്റെ ചെറിയ പേരയ്ക്ക മാത്രമേ പിച്ചി കളഞ്ഞിട്ടുള്ളൂ. तोते का पिंजरा सुबह दरवाज़ा खुलने के साथ ही अमरूद की एक छोटी सी टहनी पर टांगा जाने लगा था. वह दोपहरी तक उस पर टंगा रहता. പിന്നീട് ആ ചെടി അങ്ങ് വലുതായപ്പോൾ നല്ല തണലൊക്കെ വന്നു. ആ പേരച്ചെടി ഞങ്ങളുടെ തത്തമ്മയുടെ കൂട് അവിടെ കൊണ്ട് തൂക്കും. രാവിലെ ആകുമ്പോൾ ആ മരച്ചവിട്ടി തൂക്കും. चुन्नू, मिद्दू और पप्पू ने फुर्ती से नाजुक फुनगियों तक चढ़ने की माहिरी इसी पेड़ से प्राप्त की. അപ്പോൾ വീട്ടിലെ കൊച്ചു കുട്ടികൾ ചുന്നു, മിദ്ദു, പപ്പു എല്ലാവരും ചാടി ആ പേരമരത്തിൽ കയറും. മരം കയറാൻ പഠിച്ചത് ഈ പേരമരത്തിലാണ്. കാരണം പേരയുടെ മരം നമുക്കറിയാം, നല്ല കട്ടിയുള്ള ബ്രാഞ്ചസുമാണ്, നല്ല ശക്തിയാണ്, അതിന് പെട്ടെന്ന് ഒടിയത്തില്ല, എങ്കിൽ ഒത്തിരി ഹൈറ്റിലുമല്ല, അപ്പോൾ കുട്ടികൾക്ക് കയറാൻ പറ്റും. ദശഹര, ദീവാലി, തീസ് त्योहार पर दादी അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. दादी की जीभ जब सूरन खाने को ललचती तो अमरूद की पत्तियों में सूरन पकाकर स्वादिष्ट बनाने वाली ज़रूरत की पूर्ति भी वही पेड़ करता था. ഇപ്പോൾ മുത്തശ്ശിക്ക് സൂരൻ കഴിക്കുന്നത് അവരുടെ നോർത്ത് ഇന്ത്യയിൽ അവർ വായിൽ വെച്ച് ചവയ്ക്കുന്ന ഒരു സാധനമാണ്. അതിന് ഈ അമറൂദിൻ്റെ ഈ സൂരൻ നോർത്ത് ഇന്ത്യയിൽ ചേനയ്ക്ക് പറയുന്നതാണ്. അപ്പോൾ അവർ ഈ മുത്തശ്ശിക്ക് ചേന കഴിക്കാൻ തോന്നുമ്പോൾ അതിൻ്റെ ഒരു കവർപ്പുണ്ടല്ലോ, അത് മാറാൻ വേണ്ടി അവർ പേരയിലയിൽ വെച്ച് ചുട്ട് കഴിക്കും. നമ്മുടെ നാട്ടിലൊക്കെ വാഴയിലയിൽ വെച്ച് ചുട്ട് കഴിക്കും. അപ്പോൾ അതാണ് ഈ അമറൂദിൻ്റെ ഇല അതിനും ഉപയോഗിക്കും. लगने लगा था कि अमरूद का पेड़ जो हमारी एक बड़ी सुविधा है या हमारे अंदर आत्मीयता को निरंतर धनिक बनाने वाला कोश. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഈ ഒരു പേരച്ചെടി, ഞങ്ങളുടെ വീട്ടിലെ മുറ്റത്തെ ആ ഒരു പേരച്ചെടി ഹമാരെ അന്തർ ആത്മീയതാക്കോ നിരന്തർ ധനിക് ബനാത്തി ഹെ. ഞങ്ങളുടെ ഉള്ളിലെ ഒരു ആത്മീയ ഒരു സ്പിരിച്വാലിറ്റി, ഞങ്ങളുടെ ഉള്ളിൽ സ്പിരിച്വാലിറ്റി കൊണ്ട് നിറയ്ക്കുന്ന ഒരു കലവറയായിട്ടാണ് ഈ ഒരു പേരച്ചെടി എനിക്ക് തോന്നിയത്. दूसरे बरस के जाड़े में पेड़ खूब लदा फंदा था. अमरूद गोल, छोटे मगर ललचर चित्तियों वाले जात के थे. ढेपियाँ मुलायम होते ही लोग उन्हें तोड़ लेते और पूरे जाड़े जी भरकर घर के टमाटर और अमरूद का सलाद खाया गया. നെക്സ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കിനും അത് നല്ല പോലെ അങ്ങ് പൂത്ത് കൊലച്ച് കായ്ച്ച് നല്ല ചെറിയ പേരയ്ക്കായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു, നല്ല നാടൻ പേരയ്ക്കായിരുന്നു. അപ്പം വീട്ടിൽ എല്ലാവരും അത് വയർ നിറയെ കഴിക്കും. सुग्गे के लिए कई महीने खूब पके अमरूद उपलब्ध होते रहे और बाहर के मेहमान हमारे घर के अमरूदों में ഇലാഹാബാദ് के अमरूदों की प्रसिद्धि का ഇത്മിനാൻ കർ ലേത്തെ थे. ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന എല്ലാം ഞങ്ങളുടെ ഈ പേരയ്ക്ക അങ്ങ് ഫേമസായി. തത്തയ്ക്ക് കൊടുക്കുന്ന, തത്തയ്ക്ക് ഭക്ഷണമായി, വീട്ടിലെല്ലാവർക്കും എപ്പം വേണമെങ്കിലും ഫ്രഷായിട്ട് പേര പറിച്ച് കഴിക്കാനുള്ള അത്രയ്ക്ക് പേരയ്ക്ക ഉണ്ടായി അതിൽ രണ്ടാം വർഷമായപ്പോൾ. यह बात मुझे बहुत रोमांचित करती थी कि हमारे घर तथा निकटतम संबंधियों के यहाँ नई पीढ़ी काफ़ी बड़े अनुपात में आधुनिक हो चली है. मुझे मनस्थितियों और वातावरण की इस तब्दीली का अध्ययन बड़ा सुखद लगा. हम में दृष्टिकोण की उदारता परिलक्षित होती और किसी भी घटना या आकस्मिकता या एक संकीर्ण परिस्थिति को हम लोग अनहोनी नहीं मानते थे. അപ്പോൾ ഓദർ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാനും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ കുടുംബത്തിലെല്ലാവരും വളരെ ഫോർവേഡ് ചിന്താഗതിയാണ്. പല കാര്യത്തിലും ഞങ്ങളുടെ ദൃഷ്ടികോൺ, ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഡിഫറെൻ്റാണ്. ഞങ്ങൾ വളരെ നല്ലൊരു അന്തരീക്ഷത്തിലാണ് ഞങ്ങളുടെ ഫാമിലി ഇങ്ങനെ വളർന്ന് വന്നത്. जीवन में सब सहज है, सब संभव. अमरूद की छाया में बेंत की कुर्सियों पर बैठ चर्चाएं कर करके हम 3-4 भाई बहनों ने
अपने उम्र के फ़र्क को दोस्ताना हरकतों से भर दिया. പിന്നീട് ഞങ്ങളുടെ ഫ്രണ്ട്സും ഞങ്ങളുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും പല ഏജിലുള്ളവരാണെങ്കിലും എല്ലാവരും ചൂരൽ കസേരയിട്ട് ഈ പേരമരത്തിൻ്റെ താഴെ ഇരുന്ന് ഒരു പ്രത്യേക ഒരു ആത്മീയ ബന്ധം ആ ഒരു സ്പേസിൽ ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ ചർച്ചകൾ, ഞങ്ങളുടെ ഓരോ തർക്കങ്ങൾ, ഞങ്ങളുടെ കളിച്ചിരി, അതിൻ്റെ എല്ലാം ഒരു വേദി ആ ഒരു പേരമരത്തിൻ്റെ ചുവട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു സ്പേസ് ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി തന്നിരുന്നു. ഞങ്ങൾക്ക് അതിനോട് വളരെ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. प्रायः बैठकर नए नए विषयों को कुरेद कर कभी ताप और उग्रता के वशीभूत होकर भी बातचीत करना तेजी से हम लोगों के मनोरंजन और दैनिक निर्वाह का एक अंग होता जा रहा था. ചില വിഷയങ്ങളൊക്കെ വളരെ ചൂട് പിടിച്ച് ഞങ്ങൾ തർക്കിക്കും പരസ്പരം. അത് പക്ഷേ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. അതെല്ലാം ഈ പേരച്ചെടിയുടെ താഴെ ഇരുന്നായിരുന്നു ചെയ്യുന്നത്. मैंने महसूस किया कि घर के बुजुर्गों के बारे में हम लोग अक्सर तुर्श भी हो उठते हैं, लेकिन हमें इस बात की निश्चिंतता थी कि ऐसा होने में अवांछनीय कुछ भी नहीं है, अपितु यह अच्छी बात है. नई चीज़ें यूं ही बनती हैं, जैसे अमरूद का पेड़ हम लोगों के बीच अपशकुन के आरोपों को नष्ट करता हुआ धीरे धीरे बना और वह पूरे परिवार का एक खूबसूरत हिस्सा हो गया है. ഞങ്ങളിരുന്ന് സഹോദരങ്ങളും ഫ്രണ്ട്സും ഒക്കെ ഈ പേരച്ചെടിയുടെ തണലിലിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് തർക്കിക്കുമ്പോൾ, ഓരോ വിഷയങ്ങൾ തർക്കിക്കുമ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ എൽഡേഴ്സിനെ എതിർക്കും, ആശയപരമായി ഞങ്ങൾ തർക്കിക്കും. പിന്നീട് ഞാൻ ആലോചിക്കും, മുതിർന്നവർ പറയുന്നതെല്ലാം അപ്പാടെ ഗ്രഹിക്കുന്നതല്ല യങ്ങർ ജനറേഷൻ്റെ കടമ. തർക്കിക്കേണ്ടടുത്ത് തർക്കിക്കണം, ശാസ്ത്രീയമായി കാര്യം പറയേണ്ടടുത്ത് പറയണം. അതുപോലെയാണ് ഈ പേരത്തൈ ഞങ്ങളുടെ മുറ്റത്തിങ്ങനെ തഴച്ച് വളർന്ന് നിന്നത്. എല്ലാവരും വെട്ടണമെന്ന് പറഞ്ഞെങ്കിലും ആ എല്ലാ അന്ധവിശ്വാസങ്ങളെയും മറികടന്ന് ഞങ്ങളുടെ മുറ്റത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ ഒരു പേരച്ചെടി എനിക്ക് വളരെ ആനന്ദം നൽകി. അത് കാണുമ്പോൾ എനിക്ക് തോന്നും, ഞങ്ങളത് വെട്ടിയില്ലല്ലോ, ഞങ്ങൾ മറ്റുള്ളവരെ പോലെ അന്ധവിശ്വാസികൾ അല്ലല്ലോ എന്നെനിക്ക് തോന്നി. अमरूद फलता फूलता रहा और अब पप्पू ने एक निहायत छोटा सा झूला भी उस पर डाल दिया. पप्पू वन्नोर ऊंचाലും കെട്ടി. इधर हम भाई लोग धीरे धीरे अलग अलग शहरों के भूगोल में जुदा तरीकों की नौकरी के लिए बंटने लगे. यह कोई असामान्य बात नहीं थी, सिवाय इसके कि घर से अलग होने में थोड़ा बहुत मानसिक क्लेश सबको होता था. പിന്നീട് ഞങ്ങൾ വളർന്നു, ഞങ്ങൾ ജോലി സംബന്ധമായി വീട് വിട്ടിറങ്ങേണ്ടി വന്നു, പല സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നു. ജിസ് ദിൻ मैं नौकरी पर जा रहा था, माँ रो रही थी, इसलिए मैं शीघ्रातिशीघ्र घर छोड़कर निकल जाने को तत्पर था. അപ്പം ഞാൻ ഇതുപോലെ ജോലി സംബന്ധമായി വീട് വിട്ട് ദൂരെ പോയപ്പോൾ അമ്മ കരയായിരുന്നു. അപ്പോൾ എനിക്ക് എത്രയും വേഗം അവിടെ നിന്ന് ഇറങ്ങണം, കാരണം അമ്മ കരയുന്ന കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. जमुना पुल पर डूबी हुई सांझ में नदी पर से भारी मन गुजरते हुए सबसे ज़्यादा माँ और अमरूद के पेड़ की याद आई. എനിക്ക് ഏറ്റവും കൂടുതൽ അമ്മയാണ് ഓർമ്മ വന്നത് വീട് വിട്ടിറങ്ങിയപ്പം, ഒപ്പം ആ പേരച്ചെടിയെ. അപ്പോൾ അത്രയ്ക്കൊരു ആത്മീയ ബന്ധം ആ പേരച്ചെടിയോടും ഉണ്ടായിരുന്നു. അത് അവരുടെ ഒരു ഫാമിലിയുടെ ഒരു അംഗമായി മാറിയിരുന്നു. माँ की याद इसलिए क्योंकि वह दुर्बल है और हम लोगों को न समझ पाकर क्रमशः जड़ होती जा रही है, और अमरूद की याद इसलिए कि उसके माध्यम से मैं अपने अंदर एक ജാഗൃതി കാ ഭാൻ കർത്താ രഹ. നോക്കിയേ, ഈ ഒരു പേരമരം എൻ്റെ ഉള്ളിൽ ഒരു ജാഗൃതി കാ ഭാൻ, ഒരു പുതിയ ഒരു റെവല്യൂഷണറി ഒരു ഉണർവ്, എന്നുവെച്ചാൽ എല്ലാ അന്ധവിശ്വാസങ്ങളെയും തകർക്കാനുള്ള ഒരു കഴിവ്, ഒരു ശക്തി ആ പേരമരത്തിൻ്റെ എക്സിസ്റ്റൻസ് എനിക്ക് തന്നിരുന്നു. ആ പേരമരം അവിടെ ഇങ്ങനെ തടച്ചു വളരുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിലും എല്ലാ തിന്മകളെയും തകർക്കാനും എല്ലാ അന്ധവിശ്വാസങ്ങളെയും മറികടക്കാനുള്ളൊരു ശക്തി ജനിച്ചു വരുമായിരുന്നു. अमरूद का पेड़ मुझ में प्रतीकों का निर्माण किया करता, और फिर एक नए संसार की कल्पना में मैं इस नए संसार में डूबकर ശക്തി ഓർ ആത്മസന്തുഷ്ടി പാത്താ രഹാ ഹൂം. ഞാൻ പല പ്രാവശ്യവും പല യാത്രകളിലും എൻ്റെ മനസ്സിൽ ഞാൻ വീട്ടിൽ നിന്ന് ദൂരെയാണെങ്കിലും ആ പേരച്ചെടിയെ ഓർക്കുമ്പം എനിക്കൊരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ്, ഒരു ധൈര്യമാണ്. अमरूद के पेड़ के प्रति समर्थन और राग मेरे मन में यूं भी एकत्र हो आया, क्योंकि बाद में कई लोगों ने घर के सामने अमरूद होने को अशुभ बताया और पेड़ को तुरंत कटवा देने की सलाह दी. പിന്നീട് അങ്ങോട്ട് പലരും വന്ന് പറഞ്ഞു, ഇതേ പേരമരം ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല, അശുഭമാണ്, വെട്ടിക്കളാന്ന്.
माँ पर छा जाने वाला स्वाभाविक भय हमें नागवार गुजरता, क्योंकि ऐसा लगता जैसे माँ हम लोगों के अंदर पैदा होने वाले नए और बलिष्ठ ख्यालों के प्रति അസഹयोग कर रही है. അപ്പോൾ അമ്മയുടെ ഉള്ളിൽ ഈ ഓരോരുത്തരും വന്ന് അയ്യോ ഇവിടെ പേരമരം നിൽക്കുന്ന, ദൈവമേ ഇത് വെട്ടിക്കള, അടുത്ത ആളെന്ന് പറയും ഈശ്വര ഇത് ശരിയല്ല കേട്ടോ, പേരമരം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല, പെട്ടെന്ന് വെട്ടിക്കള. അപ്പോൾ ഇങ്ങനത്തെ ഓരോ ഡയലോഗ് കേൾക്കുമ്പോഴും ഞങ്ങളുടെ അമ്മയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മ്ലാനമാവും, അങ്ങ് വല്ലാതാവും. അത് കാണുമ്പം ഈ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നും. ജബ് ജബ് അശുഭ് കെ ठेकेदारों ने अमरूद की बाबत कुछ कहा, घर के हम सब बच्चे शुद्ध हो उठते थे. वस्तुतः यह गुण हमें हमारे बुजुर्गों से ही मिला था. इस निर्णय पर हम लोग तब पहुँचे जब एक समाज शास्त्रीय बोध हमें स्पर्श करने लगा था. അപ്പോൾ ഞങ്ങൾക്കൊരു സമാജശാസ്ത്രീയ ബോധം, ഞങ്ങളുടെ ഉള്ളിലൊരു സോഷ്യൽ കോൺഷ്യസ്നെസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ മാറ്റിമറിക്കണം. ഈ സമൂഹത്തിൽ എല്ലാവരും വന്ന് ഒരു പാവം ചെടിയെ എന്തിനാണ് വെട്ടാൻ പറയുന്നത്, ഇതിന് പിന്നിലുള്ള ശാസ്ത്രം എന്താണ്, അവരെന്തിനാണ് ഇങ്ങനെ അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുന്നത്, ഇത്രയും നല്ല പേരയ്ക്ക തരുന്ന ചെടി ഇത്രയും നല്ലപോലെ കായ്ച്ച് അല്ലെ ഉണങ്ങി നിൽക്കുന്ന ചെടിയാണെന്ന് പോട്ടെ, കായ്ച്ചു വളർന്ന് നിൽക്കുന്ന ചെടീനെ എന്തിനാണ് ഇതുങ്ങളൊക്കെ വെട്ടാൻ പറയുന്നത്. जीवन नए अनुभवों से गुजरने के मध्य व्यतीत होता रहा. सिद्धू ने राखाल के हाथ कुछ अमरूद भिजवाए थे और खत लिखा था कि इस बरस जबकि अमरूद भरपूर आया है कोई घर पर नहीं है, तथा नम कर देने वाली जज्बाती बातचीत के कई नाजुक टुकड़े. പെങ്ങൾ കത്തെഴുതി, പെങ്ങളൊരു കത്ത് കൊടുത്തയച്ചു, കൂടെ കുറേ പേരയ്ക്കയും കൊടുത്തയച്ചു. എന്നിട്ട് കത്തിലെഴുതി ഈ പ്രാവശ്യം നിറയെ പേരൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കഴിക്കാൻ വീട്ടിൽ ആരുമില്ല. അപ്പോൾ എനിക്ക് ശരിക്കും വിഷമം വന്ന്. पिताजी की चिट्ठियाँ हमेशा ही कुछ दूसरे प्रकार की रही हैं. उनमें एहसास की चादर ओढ़ने का प्रयत्न या दबाव रहता है. मैं देखता हूँ कि थोड़े समय में ही दुनिया में बहुत परिवर्तन हो गया और यह परिवर्तन तेजी से दूसरे परिवर्तन की भूमिका बनता जा रहा है. बड़े बड़े घातक शरीर दुख मामूली और अचिंतनीय हो गए हैं और पिताजी लिखते हैं कि माँ के बाएं फेफड़े में जो धब्बा था वह पुनः उभर आया है. यह सब किसी अशुभ ग्रह नक्षत्र का दुष्परिणाम है. അച്ഛൻ്റെ കത്തുകളിൽ വളരെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ എഴുതുമായിരുന്നു. അച്ഛൻ്റെ കത്തുകളിൽ വളരെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതുമായിരുന്നു. അമ്മയുടെ ലങ്സിൽ ഒരു ഡിറ്റക്റ്റ് ചെയ്ത ഒരു പ്രശ്നം, അത് ആ ഒരു പ്രശ്നം എന്തോ അപശകുനം കാരണമാണ്, വീട്ടിൽ വന്നിരിക്കുന്ന എന്തോ ദുശകുനം കാരണമാണെന്ന് അച്ഛൻ പോയിൻ്റ് ഔട്ട് ചെയ്ത് കത്തിൽ. लेकिन मैं जानता हूँ कि अब यक्ष्मा बहुत आसान है और कहानियों में भी पात्रों का यक्ष्मा से ग्रसित होना लोगों को द्रवीभूत नहीं कर पाता. अच्छे संपादक ऐसी कहानियों से ऊब गए हैं और उन्हें लौटाना ही श्रेयस्कर समझते हैं. പക്ഷേ എനിക്കറിയാമായിരുന്നു ട്യൂബർക്ലോസിസ് എന്ന് വെച്ചാൽ അത്ര വലിയ ഇഷ്യൂ ഒന്നുമല്ല. അപ്പോൾ അമ്മയ്ക്കുള്ള അസുഖം ട്യൂബർക്ലോസിസ് ആണെങ്കിൽ തന്നെ പണ്ടാണെങ്കിൽ അത് വളരെ കണ്ടേജിയസും അത് ഫേറ്റൽ ഡിസീസായിട്ട് കണക്കാക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ക്യൂറബിളാണ്. ട്യൂബർക്ലോസിസ് ഈസ് ക്യൂറബിൾ, അതെനിക്കറിയാമായിരുന്നു. അപ്പോൾ അച്ഛൻ എന്തുകൊണ്ടാണ് ഈ എന്തോ അശുഭം കാരണമാണ്, കാരണം ഓരോ പ്രാവശ്യം അച്ഛൻ അങ്ങനെ പറയുമ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത് പേരമരത്തെ ആണോ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നും. पिताजी ने एक बार यह भी लिखा कि सबसे बड़े भाई चूल्हे चौका अलग करने के लिए एक तनाव पैदा कर रहे हैं. बड़ी चकचक है. बहू ताज़ी रोटियां तो खुद खा जाती हैं और बासी हम लोगों के लिए रख देती है. तुम क्या जानो, हम लोगों का जीना मुहाल हो गया है. പിന്നീട് അച്ഛൻ കത്തെഴുതുന്നത് മരുമകളെ പറ്റി, മൂത്ത മരുമകളെ പറ്റി കംപ്ലയിൻറ്റ് ചെയ്തിട്ട് എഴുതും. മൂത്ത മകനും മരുമകളും സെപ്പറേറ്റ് താമസിക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അപ്പോൾ ഇതുമെല്ലാം എന്തോ ഒരു ദുശകുനം കാരണമാണ്. മൂത്ത മരുമകൾ ഫ്രഷ് ചപ്പാത്തിയെല്ലാം സ്വയം കഴിക്കുകയും പഴയത് ഞങ്ങൾക്ക് തരികയും ചെയ്യുന്നു. നീ ദൂരെ ആയതുകൊണ്ട് നിനക്കിതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ അച്ഛൻ എഴുതുമായിരുന്നു കത്തിലൂടെ. ഇധർ തുമാരി മാ अमरूद का पेड़ काटने को कहती हैं, सब लोग उसे अशुभ बता रहे हैं, ആദി ആദി. അച്ഛൻ്റെ കത്തിൽ ഇതും ഉണ്ടായിരുന്നു, നിൻ്റെ അമ്മ പറയുന്ന ഈ പേരമരം അങ്ങ് വെട്ടിക്കളയാം, കാരണം എല്ലാവരും ഇതിനെപ്പറ്റി അശുഭമെന്ന് പറയുന്നു. यह एक दुखद प्रसंग था. हालांकि मैंने अमरूद न काटने की अपनी बात पर ही जोर देने वाली एक चिट्ठी माँ को लिख दी थी.
അപ്പം ഞാനത് വളരെ സ്ട്രോങ് ആയിട്ട് ഇതൊന്നും വിശ്വസിച്ച് ആ പേരമരം വെട്ടരുത് എന്ന് അമ്മയ്ക്ക് വളരെ ക്ലിയറായിട്ട് കത്തെഴുതി. राखाल हमारे पेड़ के जो अमरूद लाया था वे बाजारू अमरूदों की सुंदरता से बहुत भिन्न होकर भी स्वादिष्ट थे. अमरूदों के और दोस्तों के बीच अच्छा समय गुजारते हुए मैं किंचित भावुक हो आया. मुझे वे दिन याद आने लगे जब हम छोटे छोटे थे और सुबह दिन दोपहरी दूसरे बंगलों की चार दीवारियां कूद कर अमरूदों की चोरी किया करते और पकड़े जाने पर बुरी तरह गिड़गिड़ाया करते. അപ്പോൾ ഈ റാഖാൽ കൊണ്ടുവന്ന പേരയ്ക്ക ഞാൻ നേരത്തെ പറഞ്ഞ അതൊരു നാടൻ ടൈപ്പ് പേരയ്ക്കയാണ്. നമ്മൾക്ക് ഈ ഹൈബ്രിഡ് വെറൈറ്റി കിട്ടുന്ന പോലെ വലിയതൊന്നുമല്ല, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ആ പേരയ്ക്ക കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, പണ്ട് ഞങ്ങളുടെ വീട്ടിൽ പേരമരം ഇല്ലാഞ്ഞപ്പം ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മറ്റയലത്തെ വീട്ടിലെ പേരച്ചെടിയുള്ള മതിൽ ചാടി ഞങ്ങൾ പേരയ്ക്ക പിച്ചുമായിരുന്നു. എന്നിട്ട് അവിടുന്ന് അവർ ഓടിക്കുമ്പോൾ മതിൽ ചാടി ഇപ്പുറത്ത് ചാടുമായിരുന്നു. आज हमारे घर में भी अमरूद का पेड़ है तो एक अजीब सा गौरव होता है यह कि जिसके घर अमरूद नहीं होंगे वे बच्चे ईर्ष्यालु हो गए होंगे, हमारी चार दीवारी कूदते होंगे. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, ഞങ്ങളുടെ വീട്ടിലിപ്പോൾ പേരമരമുണ്ട്, നിറയെ പേരയ്ക്കയുണ്ട്. അപ്പം പേരയ്ക്ക ഇല്ലാത്ത വീട്ടിലെ കുട്ടികൾ പണ്ട് ഞങ്ങൾ കൊതിച്ചിരുന്ന പോലെ അവർക്കും അസൂയ തോന്നിക്കാണും. എന്നിട്ട് അവരും നമ്മുടെ മതിൽ ചാടി നമ്മൾ കാണാതെ പേരയ്ക്ക പറിക്കാനുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും. अमरूद के इस पेड़ की वजह से रफ्ता रफ्ता पप्पू के बहुत से नन्हे मुन्ने दोस्त हो गए हैं, ऐसा अम्मा ने लिखा था. और भौजाई से उसे इस बात की बहुत डांट पड़ती है कि वह क्यों तबीयत का राजा हो गया है, जिसे चाहे अमरूद लुटाया करता है. അതുപോലെ ഞങ്ങളുടെ വീട്ടിലെ കൊച്ചുകുട്ടി പപ്പുവിന് ഈ ഒരു പേരച്ചെടിയിൽ നിറയെ പേരയ്ക്ക ഉള്ളത് കാരണം തന്നെ ഒരുപാട് കുട്ടികൾ ഇവന് ഫ്രണ്ട്സായിട്ട് വരും. കാരണം അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം പേരയ്ക്കയാണ്. പപ്പു അവർക്ക് ഇഷ്ടം പോലെ കൊടുക്കുകയും ചെയ്യും. അതിന് പപ്പുവിന് വീട്ടിൽ നിന്ന് വഴക്കും കിട്ടും. अपने इस अमरूद के पेड़ के संबंध में कभी कभार फैशन वाले ढंग से भी मैं सोचा किया हूँ. होटलों के लॉन में लगे बैठने वाले को सुखद छां देते हुए रंगीन छातों की छाया मेरी आंखों में अक्सर उभरी है. हमारा अमरूद का पेड़ एक हरा छाता, एक डंगरा सा फलता फूलता पेड़, അനുപാതഹീൻ ഡാലേ നഹി ബൽക്കി എക് സംവരാപ്പൻ. പല പ്രാവശ്യവും സിറ്റിയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ഇങ്ങനത്തെ കളർഫുൾ അംബ്രേലാസ് ഉണ്ടല്ലോ, വെയിലത്ത് തണൽ കിട്ടാൻ വേണ്ടി ഹോട്ടലിലൊക്കെ ഇങ്ങനെ, അത് കാണുമ്പോൾ ഞാൻ ആലോചിക്കും എൻ്റെ പേരച്ചെടിയാണെങ്കിൽ ഒരു നാച്ചുറൽ അംബ്രലയായിരുന്നു, നല്ല തണൽ തരുന്ന ഒരു അംബ്രലയായിരുന്നു. ജബ് ഘർ ജാനെ കോ പെഹ്ലി छुट्टी मिली तो मन बेहद आतुर हो गया. सुख तन मन पर एक दशहत की तरह सवार था. फिर अंधेरे जमुना ब्रिज से गुजरती हुई गाड़ी ने उत्तेजित कर दिया और रात के सन्नाटे में एक अभूतपूर्व रोमांच के साथ मैंने अपने प्यारे शहर को देखा. പിന്നീട് കുറേ നാളിന് ശേഷം എനിക്ക് വീട്ടിൽ വരാനുള്ളൊരു അവസരം വന്നപ്പം എനിക്ക് വളരെയധികം സന്തോഷമായിരുന്നു. കാരണം എൻ്റെ ആ ഒരു ടൗണിൽ പക്ഷേ കാരണം എൻ്റെ ആ ഒരു ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കുറേ നാളിന് ശേഷം വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണ്. വഹ രാത് ഉജാലെ की प्रतीक्षा में उड़ी हुई नींद की एक सुखद पर बेचैन रात थी. पता नहीं एक अजीब भयानक सी विराटता के ख्याल मन पर छोटे छोटे टुकड़ों में बनते बिगड़ते रहे. जैसे नगर इलाहाबाद की आत्मा में बहुत क्रांति है. अपने आप लोग काम कर रहे हैं, बुद्धियाँ किसी नए रचनात्मक परिवेश के लिए सक्रिय हैं. स्थूल के नाम पर यह शहर परम शून्य है, लेकिन धंसने पर शायद मैं बहुत व्याकुल था. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ മനസ്സ് വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പ് അച്ഛൻ്റെ പല കത്തുകളിലും ആ പേരച്ചെടി മുറിക്കാനുള്ള എല്ലാ ലക്ഷണവും ഞാൻ മണത്തറിഞ്ഞിരുന്നു. അമ്മയുടെ അസുഖം, മൂത്ത സഹോദരനും വൈഫും ഫാമിലിയിൽ നിന്ന് സ്പ്ലിറ്റായി വേറെ താമസിക്കാനുള്ള ഐഡിയ, ഇതെല്ലാം അവർ ലിങ്ക് ചെയ്യുന്നത് ആ പേരച്ചെടിയിലേക്കായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു, ഞാൻ വീട്ടിലെത്തുമ്പോൾ ആ പേരച്ചെടി അവിടെ കാണുമോ ഇല്ലയോ. എൻ്റെ ഇലാഹാബാദ് ഒരുപാട് ഹിന്ദി റൈറ്റേഴ്സിൻ്റെ ബർത്ത് പ്ലേസാണ്. ശുദ്ധ ഹിന്ദി പറയുന്ന ഒരു സ്ഥലമാണ് ഇലാഹാബാദ്. അപ്പോൾ അവിടെ അങ്ങനത്തെ ചിന്താഗതിയുണ്ട്, ഒപ്പം ഈ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളും. കാരണം ഇത്രയും ആൾക്കാർ അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞത് അശുഭമാണ്, വെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ആ രാത്രിയിൽ കുറേ നാളിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് വന്ന എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു.
तड़के उठकर मुझे इस बात का बड़ा खेद हुआ था कि शायद हमारे प्रति घर के बड़ों में कोई स्वागत भाव नहीं है। ऐसी स्थितियों में मुझे बारंबार अवनींद्र बाबू का वह चित्र याद आ जाता है जिसमें एक बूढ़े पेड़ की आत्मा अपने को तोड़ देने के प्रयत्न में सुखी है, क्योंकि उसे यह जानकारी है कि उसकी घेर में एक नवल तरु उग आया है. ഞാൻ കുറേ നാളിന് ശേഷമാണ് വീട്ടിൽ വന്നത്. അപ്പോൾ എൻ്റെ ധാരണ ഞാൻ വരുമ്പോൾ എനിക്ക് വലിയ സ്വീകരണവും ഭയങ്കര ആഹ്ലാദ പ്രകടനമൊക്കെ കാണുമെന്ന്. പക്ഷേ വീട്ടിലെ ആൾക്കാരുടെ തന്നെ ഒരു തണുപ്പൻ മട്ട് കണ്ടപ്പം പക്ഷേ വീട്ടിലെ മെമ്പേഴ്സിന് തന്നെ ഒരു തണുപ്പൻ ഭാവം കണ്ടപ്പം എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. അപ്പോൾ എനിക്കൊരു കഥ ഓർമ്മ വന്നു. അവനീന്ദ്ര ബാബുവിൻ്റെ എനിക്കൊരു ഇമേജോ ഒരു ചിത്രം ഓർമ്മ വന്നു. ഒരു പ്രായം ചെന്ന വൃക്ഷം, അതിൻ്റെ ആത്മാവ് അത് മുറിക്കപ്പെടുമ്പോൾ അതിനൊരു വേദനയില്ല. കാരണം അത് തിരിച്ചറിയുന്നു അതിൻ്റെ ആ മരത്തിൻ്റെ മൂട്ടിൽ തന്നെ വേറൊരു ചെറിയ വൃക്ഷം, പുതിയ നാമ്പ്. അപ്പം പുതിയ ആൾക്കാർക്ക് വേണ്ടി പഴയത് ചീഞ്ഞ് ഇല്ലാതാവുന്നു. അതൊരു പ്രകൃതിയുടെ ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഞാനിപ്പം പ്രായമായതുകൊണ്ടായിരിക്കാം ചെറുപ്പത്തിലേ കിട്ടിയ ഒരു സ്വാഗതം ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ എനിക്കൊരു ഫീലിംഗ് വന്നു. ഞാൻ ഓൾഡ് ആയതുകൊണ്ട് ഇനിയും ആ ഒരു പഴയ ഊഷ്മളത ഒന്നും ഇല്ല. അങ്ങനെയാണോ? यह बात उतनी बुरी नहीं थी कि अमरूद के पेड़ को काटकर उसकी जगह एक और गुलदाउदी और दूसरी ओर केले की क्यारियां बना ली गई हैं, बल्कि चुनौती इस बात की थी कि हम लोगों में जब धीरे धीरे ज़िंदगी की बुलंदी विकसित हो रही थी, तभी माँ को रूढ़ी और अशुभ के मिथ्या भय ने पराजित कर दिया. എനിക്ക് ആ പേരമരം നിന്ന സ്ഥലം നോക്കിയപ്പോൾ എനിക്ക് സങ്കടം തോന്നി. അത് വെട്ടി മാറ്റിയിരുന്നു. അതിന് പകരം വേറെ വാഴയും വേറെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. ഏറ്റവും വലിയ വിഷമം എന്തായിരുന്നു? ഞങ്ങൾ മക്കളൊക്കെ വളർന്നൊരു നിലയിൽ എത്തിയപ്പോഴാണ് എൻ്റെ അമ്മ ഇങ്ങനത്തെ ഒരു അന്ധവിശ്വാസത്തിന് കീഴടങ്ങിയത്. ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പോൾ അമ്മ അത് വിശ്വസിച്ച് വെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും തോന്നില്ലായിരുന്നു. ഞങ്ങൾ ഇത്രയും വലുതായി, ഞങ്ങൾ ഇത്രയും പരസ്പരം തർക്കിച്ചും പ്രത്യയശാസ്ത്രങ്ങൾ പറഞ്ഞും പരസ്പരം ഡിബേറ്റിംഗ് നടത്തിയും അപ്പം ഞങ്ങളുടെ ഇതെല്ലാം കണ്ടു വളർന്ന അമ്മയ്ക്ക് അവസാന നാളുകളിൽ എന്താണ് സംഭവിച്ചത്? പണ്ട് ജയിലിൽ പോയ അമ്മ, ധൈര്യശാലിയായ അമ്മ എന്തുകൊണ്ട് ആ പേരമരം വെട്ടി? ഷായദ് മാ കി ഹം സന്താനെ ഉन्हें अशुभ से लड़ सकने की अपनी सामर्थ्य का आश्वासन नहीं दे सकी थी. मैंने पाया कि वह भय जो माँ के चेहरे पर क्षणजीवी हुआ करता था अब गहरा गया है. മരം വെട്ടിക്കഴിഞ്ഞിട്ടും അമ്മയുടെ മുഖത്തു നിന്ന് ആ ഒരു ടെൻഷൻ മാറിയിട്ടില്ല. ഇൻഫാക്റ്റ് കൂടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. माँ का मन यह मान बैठा था कि बड़ी बहू की अलगाव भावना, सबसे छोटे का निठल्लापन, खुद उनकी बीमारी और लोगों का धंधे से बिखर जाना और कुछ नहीं है. बहुत दिनों तक दरवाजे पर उसी अमरूद के पेड़ के लगे रहने का दुष्परिणाम है, जिसे काफ़ी पहले ही लोगों ने അശുഭ ബതായ था. അമ്മ മരം വെട്ടിക്കളയിച്ചു. പക്ഷെ എന്നിരുന്നാലും അമ്മയുടെ മുഖത്ത് ആ ടെൻഷൻ മാറിയിട്ടില്ല. അമ്മ ഇപ്പോഴും വിശ്വസിക്കുന്നത് മൂത്ത മരുമോൾ മാറി താമസിക്കണമെന്നുള്ള ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നതും പിന്നെ വീട്ടിൽ തന്നെ ഏറ്റവും ഇളയ പയ്യൻ്റെ ഒരു നിഠല്ലാപ്പൻ എന്നുവെച്ചാൽ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ ജീവിതത്തിൽ, ഇങ്ങനെ നടക്കുക ഒരു ലക്ഷ്യബോധം ഇല്ലാതെ, അതുപോലെ അമ്മയുടെ രോഗം, ഇതെല്ലാം ഈ പേരച്ചെടി ഇവിടെ വർഷങ്ങളോളം നിന്നതിൻ്റെ ഒരു ദുശകുനമായിട്ടാണ് അമ്മ കാണുന്നത്. അതുകൊണ്ട് മരം വെട്ടിക്കഴിഞ്ഞിട്ടും അമ്മയുടെ മുഖത്തെ ടെൻഷൻ മാറിയില്ല. कुछ देर बाद मैंने साधारण तौर पर अमरूद की बाबत माँ से पूछा तो मिद्दू के गुस्से को सहारा मिला. उसकी कंडेल सी आँखों में एक छोटा सा तूफानी झोंका उठा बैठ गया. उसका मुंह फूल गया था. मेरे लिए तसल्ली बस इतनी थी कि मुझे उसका शोभ अच्छा लगा, क्योंकि यह शोभ मौजूदा सामाजिक परिस्थितियों में निहायत ज़रूरी है, क्योंकि यह जीवन का പരിഷ്കാർ करता है. അപ്പം ഞാനിങ്ങനെ മിഥു അവിടെ ഇരിക്കുന്ന, എൻ്റെ പെങ്ങളിരിക്കുന്നു, ഞാനിങ്ങനെ ആ ഒരു പേരച്ചെടിയുടെ കാര്യം ഒന്ന് എടുത്തിട്ട് അതിൻ്റെ വിഷയം അപ്പോഴത്തേക്കിന് മിഥുന് അങ്ങ് ദേഷ്യം വന്നു. ആ പേരച്ചെടി മുറിച്ചത് മിഥുന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. മിഥുൻ്റെ ആ ഒരു ദേഷ്യഭാവം, അമ്മയോടുള്ള ആ ദേഷ്യം, ഈ അന്ധവിശ്വാസത്തിനോടുള്ള ഒരു വെറുപ്പ്, അതെല്ലാം മിഥുൻ്റെ മുഖത്തിങ്ങനെ പ്രകടമായിട്ട് വന്നു പോയി. എനിക്കത് കണ്ടപ്പോൾ ഒരു ആശ്വാസമായി.
പേരച്ചെടി പോയത് എനിക്ക് വളരെ സങ്കടമായി. പക്ഷേ എൻ്റെ പെങ്ങളെങ്കിലും അങ്ങനെ ഒരു അന്ധവിശ്വാസിയല്ല. എൻ്റെ പെങ്ങൾ അതിനെ എതിർക്കുന്ന ഒരു പെങ്ങളാണ്. അപ്പോൾ അടുത്ത ജനറേഷനെങ്കിലും ഇച്ചിരി ബോധമുള്ളതാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. बशर्ते इस शोभ का संस्कार हो और उसे स्वयं पोसा तथा सहा भी जा सके। अम्मा ने मेरे प्रश्न का अपने ढंग से ठीक जवाब भी दिया। शायद उन्हें भी दुख था, बहुत दुख, इसलिए कि हम दुखी थे। मिद्दू गुस्सा थी, इसलिए नहीं कि उनसे कोई गलत काम हुआ है. അമ്മയ്ക്കും ഞങ്ങളുടെ ഈ വിഷമം കണ്ടിട്ട് വിഷമം ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ വിഷമിക്കുന്നുണ്ടപ്പോൾ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ ഒരു തെറ്റ് ചെയ്തു എന്നോർത്ത് അമ്മയ്ക്ക് വിഷമമില്ല. അമ്മ ആ പേരച്ചെടി വെട്ടിയത് തന്നെ നന്നായി എന്ന് അമ്മ എപ്പോഴും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. പിന്നെ എനിക്കും പെങ്ങൾക്കും അത് തീരെ ദഹിക്കുന്നില്ല. ഞങ്ങൾക്കത് വളരെ വിഷമം ഉണ്ടാക്കി. കാരണം മുറ്റത്തോട്ട് നോക്കുമ്പം തന്നെ ഒരു ശൂന്യത, ആ പേരച്ചെടി നിന്നെടുത്ത് നോക്കുമ്പം തന്നെ അങ്ങ് വിഷമം. അപ്പം ഞങ്ങളുടെ വിഷമം കണ്ട് അത് ഓർത്ത് അമ്മയ്ക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ ആ ചെടി മുറിച്ചതിൽ അമ്മയ്ക്ക് ഒട്ടും ഒരു കുറ്റബോധവും ഇല്ല. സൂരജ് पिछवाड़े के पीपल के ऊपर आ रहा था और जहाँ अमरूद की जड़ थी वहाँ धूप का एक चकता तेजी से बड़ा होता दिख पड़ा. അപ്പോഴത്തേക്കിന് വീട്ടിൻ്റെ ബാക്കിൽ നിന്ന് ആ പിച്ച്വാട ബാക്ക് സൈഡിൽ നിന്ന് സൂര്യൻ്റെ പ്രകാശം തീക്ഷ്ണമായിട്ടടിച്ച് അതിൻ്റെ ആ ഒരു വെട്ടം വന്ന് വീണത് ആ അമറൂദിൻ്റെ പേടിൻ്റെ ആ ഒരു വേരുള്ളിടത്താണ്. और एक धूप का एक चकता तेजी से बड़ा होता दिख पड़ा. ആ ഒരു വെയിലിൻ്റെ ആ ഒരു പ്രകാശം ഇങ്ങനെ വലുതാവുന്ന പോലെ തോന്നി. അത് സിംബോളിക്കായിട്ടാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒന്ന് പോയി, അന്ധവിശ്വാസം കാരണം ഒരു പേരച്ചെടി പോയെങ്കിലും അവിടെ പിന്നെയും ഒരു ആശാവാദി വിചാരമാണ്, ഒരു ഹോപ്പുണ്ട്. സൂര്യൻ്റെ പ്രകാശം അവിടെ വന്ന് പതിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇനിയും ഒരു പോസിറ്റീവ് കാര്യം സംഭവിക്കാം. ഇത്രയും അന്ധവിശ്വാസം കാരണം ഇത്രയും നല്ലൊരു ചെടിയെ വെട്ടിക്കളഞ്ഞെങ്കിലും ഇനിയും ഹോപ്പുണ്ട്. സൂര്യൻ്റെ പ്രകാശം അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഗ്യാൻരഞ്ജൻ്റെ ഈ അമറൂദ് കാ പേട് ഒരു പ്രതീകാത്മകമായിട്ടൊരു സ്റ്റോറിയാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ എതിരെ ഉള്ളൊരു കഥയാണ്. വെറുതെ നിൽക്കുന്ന ഒരു ചെടിയെ അന്ധവിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് നമ്മളതിനെ അങ്ങ് വെട്ടിക്കളയിക്കുന്നു. അപ്പം നമ്മളത് മനസ്സിൽ കൊണ്ടു കിടക്കുന്നു. നമ്മുടെ വേ ഓഫ് തിങ്കിങ് എത്ര ഫോർവേഡ് ആണെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ വളരെ ബാക്ക്വേർഡാണ്. അത് മാറേണ്ടിയിരിക്കുന്നു സൊസൈറ്റിയിൽ. അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് ജനറേഷനെങ്കിലും അത് വിശ്വസിക്കാത്തവരായിരിക്കണം. അപ്പോൾ ഇവിടെ മിദ്ദുവിൻ്റെ സ്വഭാവം ഓദറിന് സന്തോഷം നൽകുന്നു. അതുപോലെ സൂര്യൻ്റെ പ്രകാശം വീടിൻ്റെ പുറവശത്തു നിന്ന് വരുന്നതായിട്ടാണ് പറയുന്നത്. അതും സിംബോളിക്കാണ്. ബാക്ക് സൈഡിൽ നിന്ന് സൂര്യൻ്റെ പ്രകാശം വരുന്നു. അതൊരു ആശാവാദി വിചാരമാണ്. ഇനിയെങ്കിലും മനുഷ്യർ ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കരുത്. അപ്പോൾ അതായിരുന്നു ഗ്യാൻരഞ്ജൻ്റെ അമറൂദ് കാ പേട് എന്ന കഥ. ഇനി താമസിയാതെ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.